അയ്യോ ഈ ചേട്ടന്മാർ ഈ പാത്രങ്ങൾ കൊണ്ട് ഞങ്ങളുടെ തലയ്ക്കടിക്കാഞ്ഞത് ഭാഗ്യം, ഈ അമ്മച്ചി ഞങ്ങളെ ആ കത്തിയെടുത്ത് വീശാഞ്ഞതും ഭാഗ്യം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഒരു പുതുപുത്തൻ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനും അമ്മയും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് ചാല മാർക്കറ്റ്, അതെ തിരുവനന്തപുരത്തുള്ള ചാല മാർക്കറ്റിലേക്കാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ഇത്രയും വലിയൊരു മാർക്കറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. അപ്പോൾ അമ്മ ഇവിടെ കൊച്ചുനാളിൽ പണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ പിന്നെ അതിനുശേഷം അമ്മ ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. അവിടെ പച്ചക്കറിയും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു വലിയ ഹോൾസെയിൽ മാർക്കറ്റ് തന്നെയാണ്. ആൻഡ് എല്ലാ പച്ചക്കറികളും അവിടെ നല്ല ഫ്രഷ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്നോട്ടും നല്ല എല്ലാം കിട്ടും. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി തൊട്ട് കർപ്പൂരം വരെ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ല, അതേപോലെ തന്നെ എല്ലാം കിട്ടും. അതുപോലെ ഉണക്കമീൻ്റെ പല വെറൈറ്റി ഞാൻ അവിടെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഗൈസ്. ഇത് കണ്ടില്ലേ, എല്ലാ മീനിൻ്റെ ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ ഉണക്ക കൊഞ്ചുകളും അല്ലെങ്കിൽ കുഞ്ഞൻ മീനുകളുടെയൊക്കെ ഉണക്ക ആ ഒരു ഇതേ കാണുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നില്ല. അയലമത്തേക്കാറ് എന്ന് പറയുന്ന ആ ഒരു പാട്ട് പോലെ തന്നെ എല്ലാ മീനിൻ്റെയും ഉണക്ക മീനുകൾ അവിടെ കിട്ടുന്നതായിരുന്നു. ആൻഡ് അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് തോന്നിയത്. ആൻഡ് അതും വൃത്തിയാണ് കേട്ടോ, നല്ല വൃത്തിയാണ് അവരുടെ ഏറ്റവും വലിയ കീ പോയിൻറ്റ്. ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് മൊത്തവും കുറേ നടന്നു വേണം. ഫുള്ള് മാർക്കറ്റാണ്, ഭയങ്കര തിരക്ക് അതേപോലെ തന്നെ ഉണ്ട്. ആൻഡ് അമ്മ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കുകയാണ്. ഇവരിതേപോലെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് എല്ലാ കടകളിലും ഒരേ വില തന്നെയാണ്, ഇങ്ങും കൂടുതലോ കുറവോ അങ്ങനൊന്നുമില്ല കേട്ടോ. ആൻഡ് ഞാൻ ഇങ്ങനെ വീഡിയോ വെർട്ടിക്കലായിട്ട് വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതൊരു വ്ളോഗാക്കാമെന്ന് ഞാൻ കരുതിയതില്ല. അതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലായിട്ട് ഈ ലോങ് വീഡിയോ ആയിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് യൂട്യൂബിൻ്റെ മറ്റേ റേഷ്യയില്ലേ ആ ഒരു ഇതിൽ ഞാൻ ചരിച്ച് വീഡിയോ എടുത്തേനെ. എനിവേ ഞങ്ങളങ്ങനെ നടന്നപ്പോഴാണ് ഈ അമ്മച്ചിയുടെ പാട്ടിട്ട് ഈ അമ്മച്ചി ആൾക്കാരെ വിളിച്ചു വരുത്തുന്നത്, അതായത് ഈ പച്ചക്കറിയൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ്. അപ്പം ഞങ്ങളുടെ കുറച്ച് പറച്ചിലൂടെ ആ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി. അങ്ങനെ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി. ആൻഡ് അത് നന്ദിയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ചേട്ടന്മാരും പാട്ട് പാടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് ആ ചേട്ടന്മാർ പെട്ടെന്ന് ആ പാട്ടങ്ങ് നിർത്തി. അവരെല്ലാവരും അവരുടേതായ ഒരു ശൈലിയിലാണ് അവരുടെ കസ്റ്റമേഴ്സിനെ വിളിച്ച് വരുത്തുന്നത്. അതേപോലെ തന്നെ അവർക്ക് കച്ചവടം ഉണ്ട് കേട്ടോ, ഒരു വെറൈറ്റി എന്ന് തന്നെ വേണം പറയാൻ. ആൻഡ് കുറേ ഇങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റിൻ്റെ വേറൊരു സെക്ഷൻ പോലെ തന്നെയാണ്. നല്ല പച്ചമീൻ നന്നായിട്ട് വെട്ടി കണ്ടിച്ച് നല്ല വൃത്തിയാക്കി കഴുകി കൊടുക്കുന്നു. എനിക്കൊന്ന് ടൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് അവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. ആൻഡ് പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡാണ് ശ്രീ പത്മനാഭൻ്റെ പഴങ്ങാടിയുടെ എല്ലാത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ നല്ല ഫ്ലവർ മാർക്കറ്റും ഉണ്ടായിരുന്നു. ആൻഡ് കണ്ടില്ല, അമ്മയ്ക്ക് കുറേ അധികം വെറൈറ്റീസ് ഓഫ് പച്ചക്കറിയും അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് അമ്മ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീണ്ടും വണ്ടി കയറുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.